ഓക്കെ, കെമിക്കൽ ഇക്വേഷൻസ് ഒരു ഹെഡിങ് കൊടുക്കുക. കെമിക്കൽ ഇക്വേഷൻസ്. ഒരു എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ എഴുതാം. Mg പ്ലസ് OCl(O2) gives. ഒരിക്കലും MgO2 എന്ന് എഴുതരുത്. രണ്ട് എലമെന്റുകൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ അയോൺസ് തമ്മിലാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, ഒരിക്കലും Mg പ്ലസ് O2 എന്ന് പറയുന്നത് MgO2 എന്ന് എഴുതി വെക്കല്ലേ. അല്ല, Mgയുടെ അയോൺ ഏതാ നോക്കണം, Mg2+. ഓക്സിജന്റെ അയോൺ ഏതാ നോക്കണം, ഓക്സൈഡ് 2- ക്രോസ് ചെയ്യുമ്പോൾ MgO അതായിരിക്കും ഇവിടെ വരുന്നത്, MgO. ഓക്കെ, അയോൺസ് എപ്പോഴും ആദ്യം പഠിക്കുന്ന സമയത്ത് വേണമെങ്കിൽ അതിന്റെ താഴോട്ട് അതത് അയോൺസ് ബ്രാക്കറ്റിൽ വേണമെങ്കിൽ എഴുതാം. എന്താ, ഇവിടെ Mg2+ അയോൺ ആണ്, ഇവിടെ O2- അയോൺ. ഈ രണ്ട് അയോൺസ് തമ്മിലാണ് എപ്പോഴും ആലോചിച്ചോണ്ട് ഏത് റിയാക്ഷൻ നടന്നാലും അതിന്റെ അയോൺസ് തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ അയോൺസ് തമ്മിലാണ് റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പം ഇത് എക്സാമ്പിൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതിയതേ ഉള്ളൂ. ഇനി ഇത് വേർഡിൽ എഴുതുവാണെങ്കിൽ മഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ gives magnesium oxide. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ എന്ന് പറയുമ്പോൾ റിയാക്ഷനിലെ റിയാക്റ്റന്റ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അത്. റിയാക്റ്റന്റ്. ഓക്കെ, ഈ മഗ്നീഷ്യം ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ ആൾക്കാരും റിയാക്റ്റന്റ് ആണ്. എന്നാൽ ഈ ഉണ്ടാകുന്ന ഈ ഒരു ഭാഗത്ത് ഈ ആളിനെ, ഇവിടെ ഒരാളാവാം ഒന്നിൽ കൂടുതൽ ആളാവാം, അവരെ നമ്മൾ പ്രോഡക്ട്സ് എന്നാണ് പറയുന്നത്. എന്താണ്, പ്രോഡക്ട്സ് എന്നാണ്. റിയാക്റ്റന്റ്, പ്രോഡക്റ്റ്. ഓക്കെ, റിയാക്റ്റന്റുകൾ പലത് കമ്പൈൻ ചെയ്തിട്ടാണ് പ്രൊഡക്റ്റുകൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ കെമിക്കൽ ഇക്വേഷൻ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇത് ഇത്രയും എഴുതിയെടുക്കുക. ഞാൻ പറയുമ്പം എഴുതിയെടുക്കാൻ ഞാൻ സമയം തരാം. ഓരോ കാര്യങ്ങളും ഞാൻ പറയുമ്പം എഴുതിയെടുക്കരുത്. ഞാൻ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ സമയം തരാം. പറയുമ്പോൾ കൃത്യം ശ്രദ്ധിച്ചിരിക്കുക. എന്നിട്ട് അടുത്ത താഴോട്ട് എഴുതുക. സബ്സ്റ്റൻസ് ദാറ്റ് അണ്ടർഗോ chemical change in a chemical reaction is known as reactants. അതിന് മാത്രം ഒരു underline. ഇനി the new substance formed during a chemical reaction is known as product. അതിന് ഒരു underline.
എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഹെഡിങ് ബാലൻസിങ് എ കെമിക്കൽ റിയാക്ഷൻ. ബാലൻസിങ് എ കെമിക്കൽ റിയാക്ഷൻ. നമ്മൾ ഈ റിയാക്ഷൻ എഴുതിയാൽ മാത്രം പോരാ, പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്ന എഴുതിയാൽ മാത്രം പോരാ, ലെഫ്റ്റ് സൈഡിലുള്ള പ്രൊഡക്റ്റിന്റെ എണ്ണവും ലെഫ്റ്റ് സൈഡിലുള്ള സബ്സ്റ്റൻസിന്റെ എണ്ണവും റൈറ്റ് സൈഡിലുള്ള സബ്സ്റ്റൻസിന്റെ എണ്ണവും, അതായത് റിയാക്റ്റന്റുകളിലെ ഓരോ എലമെന്റുകളുടെ എണ്ണവും പ്രൊഡക്റ്റുകളിലെ ഓരോ എലമെന്റുകളുടെ എണ്ണവും ഈക്വൽ ആയിരിക്കണം. അതിനെയാണ് ബാലൻസിങ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഒരു കെമിക്കൽ റിയാക്ഷൻ ബാലൻസ് ചെയ്യാം. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അതായത് ഇപ്പം ഒരു പ്രൊഡക്റ്റ് ഉണ്ടായി. അപ്പൊ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിട്ട് ആ ഒരു സബ്സ്റ്റൻസ്, ഒരു റിയാക്ടന്റ് എന്ന് വെച്ചാൽ, ഒരു റിയാക്ടന്റ് അതിനൊരു പർട്ടിക്കുലർ മാസ് ഉണ്ട്. അപ്പൊ അതിനൊരു കെമിക്കൽ ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പ്രൊഡക്റ്റ് ആയിട്ട് മാറിയാലും അതിന്റെ മാസ് ആ ആദ്യത്തെ മാസുമായിട്ട് ഈക്വലാണ്. പക്ഷെ പുതിയൊരു സബ്സ്റ്റൻസ് ആയിട്ട് മാറി. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മള് ഒരു 50 കിലോ മാവ് എടുത്തിട്ട് നമ്മൾ പൊറോട്ട അടിക്കുക. ഓക്കെ, 50 കിലോ മാവ് എടുക്കുന്നു, നമ്മൾ പൊറോട്ട അടിക്കുന്നു. എന്നിട്ട് പൊറോട്ടയ്ക്ക് കുഴയ്ക്കുക. അപ്പൊ ആ മാവ് നമ്മൾ വെയിറ്റ് അളക്കുന്ന ഒരു ഇതിൽ വെച്ച് നമ്മൾ അളന്ന് നോക്കിയപ്പോൾ 50 കിലോ കണ്ടു. ഓക്കെ, അത് വെച്ചിട്ട് പൊറോട്ട അടിച്ചു. എന്നിട്ട് ഈ പൊറോട്ട, ഈ മാവെന്ന് പറയുന്നത് റിയാക്റ്റന്റാ, പൊറോട്ട എന്ന് പറയുന്നത് പ്രൊഡക്റ്റാണ്. ഓക്കെ, അപ്പം ഈ മാവിന്റെ ടോട്ടൽ വെയിറ്റ് 50 കിലോ ആണെങ്കിൽ ഈ അടിച്ചു വെച്ചിരിക്കുന്ന പൊറോട്ട, അതായത് ഉണ്ടാക്കി കഴിഞ്ഞ പൊറോട്ട എടുത്തിട്ട് ഈ വെയിങ് മെഷീനിൽ വെച്ച് അളന്നാലും എത്ര കിലോ തന്നെ കാണും? 50 കിലോ തന്നെയാണ് കാണും. പക്ഷേ റിയാക്റ്റന്റിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഉണ്ടായത്. ശരിയല്ലേ? മാവ് നമുക്ക് അതുപോലെ കഴിക്കാൻ പറ്റത്തില്ല, പൊറോട്ട മാവ് കുഴച്ച് വെച്ച് കഴിക്കാൻ പറ്റത്തില്ല അല്ലേ? അപ്പം നമുക്ക് പൊറോട്ട എന്ത് ചെയ്യാൻ പറ്റും? ചുട്ടു വെച്ചിരിക്കുന്നത് നമുക്ക് കഴിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ കാണും കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അതായത് മാസ്, ഈ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അതേപോലെ തന്നെ മാസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അതിനെ ഒരു ഫോമിൽ നിന്ന് വേറെ ഫോമിലോട്ട് ആക്കാനേ പറ്റത്തുള്ളൂ. അതായത് പൊറോട്ട മാവ് കുഴച്ചു വെച്ചിരിക്കുന്ന സമയത്ത് 50 കിലോ ഉണ്ടെങ്കിൽ ആ 50 കിലോ വെച്ചിട്ട് എത്ര പൊറോട്ടയാണോ അടിക്കുന്നത് ആ പൊറോട്ട എല്ലാം വീണ്ടും വെയിങ് മെഷീൻ വെച്ച് അളന്നാലും 50 കിലോ തന്നെ കാണും. പക്ഷേ ഇവർ രണ്ടുപേരുടെ സ്വഭാവം ഡിഫറെന്റാണ്. മാവിന്റെ സ്വഭാവം അല്ല പൊറോട്ടയുടെ സ്വഭാവം, എൻറ്റയർലി ഡിഫറെന്റ്. മാവ് കഴിക്കാൻ പറ്റത്തില്ല, പൊറോട്ട കഴിക്കാൻ പറ്റും. മാവ് കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ കഴിക്കാൻ പറ്റത്തില്ല എന്നല്ല, നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒന്നെങ്കിൽ നമ്മുടെ മൈദയും കൂടെ ചേരുന്നതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ പാടാ, ചിലപ്പോൾ ഒട്ടും മറ്റേ ഈസോഫാഗസ് ചിലപ്പോൾ ഒട്ടാൻ സാധ്യതയുണ്ട്. ചെറിയ ചെറിയ ഉരുളയൊക്കെ ആയിട്ട് കഴിക്കാം. ചില നമ്മൾ ഛർദ്ദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതാ നമ്മൾ ഈറ്റിംഗ് ഫോമിലുള്ള ഒരു സാധനമാണ് പൊറോട്ട. പക്ഷെ മാവ് അങ്ങനെയല്ല. ഓക്കെ, ബാലൻസിങ് കെമിക്കൽ റിയാക്ഷനകത്തും ഇത് തന്നെയാണ് പറയുന്നത്. റിയാക്റ്റന്റുകൾ പലതാണ്, പ്രൊഡക്റ്റുകൾ പലതാണ്. ഇവർ രണ്ടുപേരും സ്വഭാവം ഡിഫറെന്റ് ആണ്. എന്നാൽ ഇടത് സൈഡിലുള്ള ആൾക്കാരുടെ റിയാക്റ്റന്റുകളുടെ എല്ലാ മാസുകൾ കൂട്ടി നോക്കുവാണെങ്കിൽ ആ മാസും പ്രൊഡക്റ്റുകളുടെ എല്ലാ മാസും കൂട്ടി നോക്കുവാണെങ്കിൽ ആ മാസും ഈക്വൽ ആയിരിക്കും. അതിനു വേണ്ടിയാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയും എഴുതാം, നോക്കിക്കോളൂ, എൻ്റെ കൂടെ എഴുതി പൊക്കോളൂ. മാസ് ക്യാൻ neither be created nor be destroyed. Neither be created nor be destroyed in a chemical reaction. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്റ്റന്റുകളുടെ മാസ് 50 കിലോ ആണെന്ന് വിചാരിച്ചു. പ്രൊഡക്റ്റ് വരുമ്പോൾ ഒരിക്കലും 40 അല്ലെങ്കിൽ 70 അങ്ങനെ മാറത്തില്ല. മാസ് എപ്പോഴും പുതിയ നിർമ്മിക്കാനോ അല്ലെങ്കിൽ ഉള്ളത് നശിപ്പിക്കാനോ പറ്റില്ല. കെമിക്കൽ റിയാക്ഷൻ എപ്പോഴും അത് വേറെ ഫോമിലോട്ട് മാറും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ so that the total mass of elements present in the
products has to be equal to the total mass of elements present in reactants വേണമെങ്കിൽ നമുക്ക് ഇതിനെ വേറൊരു ഇതിൽ എഴുതാം. in other word the number of, ഞാൻ നമ്പറിന് എന്നോ എന്നിട്ടിട്ട് 2 ഡോട്ട് ഇടുവാണ്. നമ്പർ എന്നതിനർത്ഥം number of atoms of each element remains same before and after a chemical reaction. ഇനി നമുക്ക് ബോർഡ് എക്സാമിന് ഇടയ്ക്ക് എപ്പോഴും ചോദിച്ചൊരു ചോദ്യമാണ്. ആ ചോദ്യമായിട്ട് തന്നെ ആയിരിക്കും. വൈ വി നീഡ് ടു ബാലൻസ് എ കെമിക്കൽ റിയാക്ഷൻ. എന്തിനു വേണ്ടിയാ ബാലൻസ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉള്ള ആ ആൾക്കാരുടെ മാസ് ഈക്വൽ ആക്കാൻ വേണ്ടിയാണ് അല്ലേ? അതിനെ എഴുതേണ്ടത് ഇൻ ഓർഡർ ടു സാറ്റിസ്ഫൈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. പഠിക്കണം, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇനി കുറച്ച് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ബാലൻസ് ചെയ്യാം. അതിനകത്ത് ഒന്നാം ബാലൻസ് ദ ഫോളോയിങ് chemical equations. ഒന്നാമത്തെ Zn plus H2SO4 gives ZnSO4 plus H2. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ എച്ച് അല്ലെങ്കിൽ ZnSO റൈറ്റ് സൈഡിൽ എച്ച് അങ്ങനെയൊക്കെ വെച്ച് ചെയ്യാം. പക്ഷെ ഞാൻ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. ഞാൻ ഈ ഇക്വേഷനിൽ തന്നെ അത് പ്രൂവ് ചെയ്ത് കാണിക്കുക. ഓക്കെ, ആദ്യം നോക്കേണ്ടത് സിങ്ക് ഇവിടെ എത്ര എണ്ണം ഉണ്ട്? സിങ്ക് ഇവിടെ 1 ഉണ്ട് അല്ലേ?
ഇവിടെ സിങ്ക് എത്ര എണ്ണം ഉണ്ട്? ഇവിടെ ഒന്നേ ഉള്ളൂ. അപ്പൊ സിങ്ക് ബാലൻസ്ഡാ, അതവിടെ നിൽക്കട്ടെ. ഇനി ഹൈഡ്രജൻ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? ഹൈഡ്രജൻ ഇവിടെ 2. ഇവിടെയും ഹൈഡ്രജൻ എത്ര? ഇവിടെയും ഹൈഡ്രജൻ 2ആണ് അല്ലേ? ഇനി നോക്കൂ, സൾഫർ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1. ഇവിടെ സൾഫർ എത്ര എണ്ണം ഉണ്ട്? 1. ബാലൻസ്ഡ് ആണ്. ഓക്സിജൻ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 4. ഇവിടെ ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? 4. അപ്പൊ പിന്നെ ഈ ഇക്വേഷൻ ഓൾറെഡി എന്താണ്? ബാലൻസ്ഡ് ആണ്. ദിസ് ഇക്വേഷൻ is already balanced എന്ന് നമുക്ക് ഇനി എഴുതാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, Fe plus H2O gives Fe3O4 plus H2. തന്നെ ഒന്ന് ചെയ്ത് എന്നിട്ട് ആൻസർ പറയാം. പറഞ്ഞുതരാം, നോക്കിക്കോളൂ. ഇവിടെ Fe എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. നോക്കി, ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. എന്നാൽ ഇവിടെ Fe എന്ന് പറയുന്നുണ്ടോ? 3 എണ്ണം. Fe ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ ഫ്രണ്ടിലോട്ട് ഒരു 3 ഇൻറ്റു ചെയ്താൽ, അപ്പൊ ഫ്രണ്ടിൽ കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ആളുടെ എത്ര എണ്ണം ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ആ എലമെന്റിന് ഫ്രണ്ടിൽ കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ Fe ബാലൻസ് ആയി. ഇനി ഹൈഡ്രജൻ നോക്കാം. ഹൈഡ്രജൻ ഇവിടെ 2, ഇവിടെ 2. ഹൈഡ്രജൻ 2 ബാലൻസ്ഡ് ആണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? ഓക്സിജൻ ഇവിടെ ഒന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അപ്പൊ ഓക്സിജൻ 1നെ 4 ആക്കണമെങ്കിൽ ഞാൻ ഇതിന്റെ ഫ്രണ്ടിലോട്ട് ഒരു 4 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഫ്രണ്ടിലോട്ട് 4 ഇട്ട് കൊടുക്കുമ്പോൾ ഈ 4 ഈ ഹൈഡ്രജനും 4 ഉണ്ട്, ഈ 4 ഈ ഓക്സിജനും ഉണ്ട്. ഓക്കെ, അപ്പം 4 ഓക്സിജനായി. എന്താണ് ഇവിടെ റൈറ്റ് സൈഡിൽ 4 ഓക്സിജനായി. പക്ഷെ ഇപ്പം ഈ ഹൈഡ്രജൻ ഇവിടെ നോക്കി, ഹൈഡ്രജൻ ഓൾറെഡി ഇവിടെ 2 എണ്ണം ഉണ്ട്. 4 എണ്ണം കൂടി ഇട്ടപ്പോൾ ഇപ്പൊ എത്രയായി? 4 × 2 8 ഹൈഡ്രജൻ ആയി അല്ലേ? അപ്പൊ ഇവിടെ 8 ഹൈഡ്രജൻ വരാൻ വേണ്ടി ഇവിടെ ഒരു 4 കണ്ടോ? ഇതായിരിക്കും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. CO plus H2 gives CH3 point. Balance.
നോക്കിയോ, ഇവിടെ കാർബൺ ഒന്നേ ഉള്ളൂ, ഇവിടെയും കാർബൺ ഒന്നേ ഉള്ളൂ, ഇവിടെ ഓക്സിജൻ ഒന്നേ ഉള്ളൂ, ഇവിടെ ഓക്സിജൻ ഒന്നേ ഉള്ളൂ. ഓക്കെ, പക്ഷെ ഇവിടെ ഹൈഡ്രജൻ രണ്ടെണ്ണം ഉണ്ട്. എന്നാൽ ഇവിടെ ഈ CH3 ഉണ്ടോ, ഹൈഡ്രജൻ 3ഉം ഇവിടുത്തെ ഹൈഡ്രജൻ 4 ഉണ്ട്. പക്ഷെ ഇപ്പുറത്ത് 2 ഉള്ളൂ. അപ്പൊ ഇവിടെ 2 കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ, CO2, ഇത് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. CO2 പ്ലസ് H2O gives C12H22O11 പ്ലസ് O2 പ്ലസ് H2. ഇതൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, ഇതിപ്പം ആലോചിച്ച് നോക്കണം. ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഇവിടെ കാർബൺ ഒന്നേ ഉള്ളൂ, ഇവിടെ 12 കാർബൺ. അപ്പൊ 12 ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഓക്സിജൻ 24 ആവും. 24ഉം ഇവിടെ ഒന്നും കൂടെ കൂട്ടി 25 ആവും. അപ്പോൾ പറ്റത്തില്ല. അപ്പൊ ഈ ഒരു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ, ഇത് ഇത് ഈ C12H22 ഓയിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഗ്ലൂക്കോസ്, സോറി ഷുഗർ സൂക്രോസ് എന്ന് പറയും, സൂക്രോസ്. ഓക്കെ ആണല്ലോ. അതായത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സൂക്രോസിന്റെ റിയാക്ഷൻ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില സംഭവങ്ങൾ കാണാൻ പഠിച്ചു വെച്ചോണം. കാർബൺ ഡൈ ഓക്സൈഡ് 6, ഓക്കെ, നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് 6 വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എല്ലാം ചെയ്യാൻ പറ്റും. കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ 12 ആണ്. അപ്പൊ ഇവിടെ 6 കൊടുത്തു, 6 കൊടുത്തു കഴിഞ്ഞാൽ ഓക്സിജൻ കുഞ്ഞുങ്ങളെ ഒരു ചെറിയൊരു തെറ്റ്. ഇത് ഗ്ലൂക്കോസ് തന്നെയാണ്, ഗ്ലൂക്കോസ് ഷുഗർ അല്ല. ഗ്ലൂക്കോസ് C6H12O6 ആണ്. C6H12O6 ആണ്. ഇത് ഗ്ലൂക്കോസ്, ഷുഗറിന്റെ വേറെ ഉണ്ട്, അത് വേറെ തരാം. ഇപ്പൊ തന്നിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഗ്ലൂക്കോസും ഓക്സിജനും വാട്ടറും കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കോണം. ഇവിടെ 6, ഇനി എളുപ്പമാണ്, 6 കാർബൺ ആണ്. അപ്പൊ ഇവിടെ 6 കാർബൺ, അപ്പൊ ഇവിടെ 12 ഓക്സിജനായി. ഇവിടെ ഇപ്പൊ എത്ര, 6 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 8 ഓക്സിജൻ ഉണ്ട്, ഇവിടെ ഒരു ഓക്സിജൻ ഉണ്ട്. അപ്പൊ 6 × 8 = 9. 9 നമുക്ക് പറ്റത്തില്ല, ഇവിടെ 6 × 1 7 ഉള്ളൂ അല്ലേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഇത് ഇങ്ങനെ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന അത് ബൈഹാർട്ട് ചെയ്യണം. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അവിടെ 6 വരും, ഓക്കെ, വാട്ടറിന്റെ അവിടെ 12 വരും. 6ന്റെ ഇരട്ടി 12 നോർത്താൽ, എന്നിട്ട് ഇപ്പുറത്ത് ഇവിടെ ഒരു 6, ഇവിടെ ഒരു 6ന്റെ ഇരട്ടി 12 ഇവിടെ ഓർക്കുക. പിന്നെ ബാക്കിയുള്ളിടത്തെല്ലാം സെയിം ആണ്, ഒന്നും ഈ ഗ്ലൂക്കോസിലൊന്നും കൊടുക്കാൻ പോകണ്ട. ഓക്സിജന്റെ അവിടെ 6, ഹൈഡ്രജന്റെ അവിടെ 6. ഇനി ഇതെല്ലാം മാനുവലി ചെയ്യാൻ പോകണമെങ്കിൽ ഉണ്ടല്ലോ,
ആദ്യം 2 ഇട്ട് 3 ഇട്ട് 4 ഇട്ട് 5 ഇട്ട് അങ്ങനെ അങ്ങനെ ചെയ്ത് നോക്കണം, കുറെ ടൈം പോകും. അപ്പൊ ഇങ്ങനെ വരുന്ന 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 2 ക്വസ്റ്റ്യൻ ഞാൻ ബൈ ഹാർട്ട് ചെയ്യാന്നുള്ളൊരു ട്രിക്ക് പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ കാർബൺ നമുക്കറിയാലോ, അതായത് ഈ കാർബൺ 6 ആണെങ്കിൽ ഒബ്വിയസ്ലി ഇവിടെ വേറെ കാർബൺ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇടത് സൈഡിൽ 6 കൊടുത്തു കഴിഞ്ഞാൽ കാർബൺ ബാലൻസ്ഡ് ആണ്. 6ന്റെ ഇരട്ടി തൊട്ടടുത്ത് കൊടുക്കുക, 12. ഓക്കെ, പിന്നെ എന്താണ് 66 എന്ന് ഓർത്താൽ മതി. അത് ഇതിന് ഒന്നും വരുന്നില്ല, ഇതിന് 6ഉം ഇതിന് 6ഉം, വാട്ടറിന് 6ഉം. നിങ്ങൾ ഇനി കൂട്ടി നോക്കൂ, ഇത് വരും. അടുത്ത ക്വസ്റ്റ്യൻ എഴുതുന്നത് Al പ്ലസ് Fe3N2 gives Aln പ്ലസ് Fe. ഒന്ന് ചെയ്ത് സിമ്പിൾ ആണ്. നോക്കിയോ, ഇവിടെ നൈട്രജൻ 2 ഉണ്ട്, ഇവിടെ നൈട്രജൻ 2 ഉണ്ട്, ഇവിടെ നൈട്രജൻ 1 ഉള്ളൂ. നമുക്ക് ഇവിടെ നൈട്രജൻ 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അലൂമിനിയം ഇവിടെ 2 ആവും. ഓക്കെ, കറക്റ്റ്. അലൂമിനിയം ഇവിടെ 2 ആവും. ഓക്കെ, അലൂമിനിയം 2 ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അലൂമിനിയം 2 ആക്കണമല്ലോ. ഓക്കെ, ഇനി അയൺ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ അയൺ ഇവിടെ 3 അയൺ ഉണ്ട്, റൈറ്റ് സൈഡിൽ 1 അയണേ ഉള്ളൂ. അപ്പം ഇവിടെ 3 മൾട്ടിപ്ലൈ ചെയ്യാം, 3 ഇട്ടാൽ. അടുത്ത ക്വസ്റ്റ്യൻ H2O2 gives H2 plus O2. അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ NaClO3 gives NaCl plus O2. അടുത്തത് CaCO3 plus H3PO4 gives Ca3PO4 twice plus H2CO3. അതേപോലെ തന്നെ Ag2S plus Ag2S gives Ag plus S8. ഇത്രയാണ് ചെയ്ത് 5 മിനിറ്റ് സമയം തരാം. ഞാൻ ഹെൽപ്പ് ചെയ്യാൻ കേട്ടോ, ഞാൻ പറഞ്ഞു തരത്തില്ലെന്നല്ല, ഇതൊന്ന് ചെയ്തിട്ട് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓരോരുത്തരും കൂടി പറയിക്കുവേ.
എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഇവിടെ ശ്രദ്ധിച്ചോളൂ. അതായത് H2O2 ഇവിടെ ഹൈഡ്രജൻ 2, ഇവിടെ ഹൈഡ്രജൻ 2, ഇവിടെ ഓക്സിജൻ 2, ഇവിടെ ഓക്സിജൻ 2. ഓൾറെഡി എന്താ, ദിസ് ഇക്വേഷൻ ഈസ് ഓൾറെഡി ബാലൻസ്ഡ്. ഒന്നും എഴുതാതിരിക്കരുത് കേട്ടോ. പരീക്ഷയ്ക്ക് കഴിയുമ്പോൾ ദിസ് ഇക്വേഷൻ ഇങ്ങനെ ഇക്വേഷൻ എടുത്ത് എഴുതിയിട്ട് ദിസ് ഇക്വേഷൻ ഈസ് ഓൾറെഡി ബാലൻസ്ഡ് എന്ന് എടുത്തെഴുതാം. ഓക്കെ. ഇനി ഇവിടെ NaClO3 gives NaCl plus O2. ഇവിടെ ഓക്സിജൻ 3, ഇവിടെ ഓക്സിജൻ 2. എന്തായാലും 3ഉം 2ഉം കൂടെ ഡയറക്റ്റ് ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നറിയോ, ഇവിടെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓക്സിജന്റെ താഴെയുള്ളത് 3 ആണ്. ആ 3 ഇൻറ്റു 2 ആ വരുന്നത്, അതായത് 6 ഓക്സിജൻ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ ഇപ്പൊ 2 ഉള്ളൂ, 6 ആക്കാൻ വേണ്ടി എളുപ്പമാണ് 3. ഓക്കെ, അപ്പൊ 3 ഇൻറ്റു 6. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ലെഫ്റ്റ് സൈഡിൽ സോഡിയത്തിന്റെ ഇതിന്റെ ഓക്സിജന് 2 എടുക്കാൻ വേണ്ടി ഫ്രണ്ട് 2 ഇട്ടപ്പോൾ Naയും 2 ആയി, Cl-ഉം 2 ആയി. അതിനനുസരിച്ച് അപ്പുറത്ത് എന്ത് ചെയ്യണം, Naയും Cl-ഉം 2 ആക്കണം. ഇവിടെ 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതും ബാലൻസ്. ഓക്കെ. ഇനി അടുത്തത് വരുന്ന സമയത്ത് കാൽസ്യത്തിന്റെ ഇച്ചിരി മനസ്സിലാക്കേണ്ട ഒരു സാധനമാണ്. നോക്കിക്കോളൂ. ഇവിടെ നോക്കിയോ, കാൽസ്യം ഇവിടെ 1, ഇവിടെ 3 ഉണ്ട്. ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഇവിടെ ഒരു 3 ഇട്ടു. പക്ഷെ ഒരു പ്രശ്നം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, 3 ഇടുമ്പോൾ ബാക്കിയുള്ളത് 3 ഇടുമ്പോൾ ഈ കാൽസ്യം മാത്രമല്ല 3 ആകുന്നത്, ഈ കാർബണും 3 ആവും. ഈ ഓക്സിജൻ എന്ന് പറയുമ്പോൾ താഴെ ഓൾറെഡി ഒരു 3 ഉണ്ട്. 3 ഇൻറ്റു 3 9 ഓക്സിജൻ. ഓക്കെ, അപ്പം അതും അപ്പുറത്ത് ബാലൻസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, 3 ഇട്ട് കൊടുത്തു. ഏറ്റവും നമുക്ക് സിംപിളി നമുക്ക് 3 ഇട്ട് കൊടുക്കാം. ഓക്കെ, അടുത്തത് ഹൈഡ്രജൻ ഇവിടെ നോക്കാം. അത് ബാക്കി കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, കാർബൺ ഒക്കെ ഉള്ള കാര്യം ഇവിടെ നിൽക്കട്ടെ. ഹൈഡ്രജൻ ഇവിടെ 3 ആണ്, ഇവിടെ ഹൈഡ്രജൻ 2. ഫോസ്ഫറസ് ഇവിടെ 1, ലെഫ്റ്റ് സൈഡിൽ 1, ഇവിടെ 1. ഇവിടെ PO4 ട്വൈസ് ആയതുകൊണ്ട് തന്നെ ഈ ട്വൈസ് ഫോസ്ഫറസിനും കിട്ടും. ഓക്സിജൻ 4നും, അപ്പോൾ O4 ഓൾറെഡി ഉണ്ട്, അതിൻ്റെ ട്വൈസ് കൂടെ ആകുമ്പോൾ 8 ആവും. ഓക്കെ, അപ്പൊ ഇതൊക്കെ എല്ലാം കൃത്യമായിട്ട് നോക്കിക്കോണം, ഓരോ കാര്യങ്ങളും നോക്കിക്കോണം. അപ്പൊ ഞാനിവിടെ 3 കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്നറിയോ, 3 കൊടുത്തു കഴിഞ്ഞാൽ ഓക്സിജൻ ഇവിടെ 9 ആയി, 9ഉം ഇവിടത്തെ 4ഉം കൂടെ കൂട്ടി 13 ആയി. ഇവിടെ ഓൾറെഡി 4 × 2 8ഉം 3ഉം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 11 ആവത്തുള്ളൂ. അപ്പൊ അത് പറ്റത്തില്ല അല്ലേ. അപ്പൊ എന്തെങ്കിലും മാറ്റം നമുക്ക് ഒന്ന് വരുത്തി നോക്കാം. ഇവിടെ ഓക്സിജൻ 3 2, ഇവിടെ 2 കൊടുത്തു കഴിഞ്ഞാൽ 9ഉം 8ഉം 16 വരും. ഇവിടെ 8, 8 3 11, 8 വരും. 4 അതും പറ്റത്തില്ല. 3 വരണം. 3 വരുമ്പോൾ ഇവിടെ 2 കൊടുത്താൽ 6, 6. ഓക്കെ, ഇനി നോക്കിയേ, ഇതൊന്ന് വ്യത്യാസം നോക്കിയേ. ഇവിടെ എല്ലാവരും ശ്രദ്ധിച്ചാൽ ഞാൻ കൊടുത്തത് എന്തൊക്കെയായിരുന്നു, ഞാൻ കൊടുത്തത് ഇവിടെ 3 കൊടുത്തു, അപ്പൊ കാൽസ്യം 3 ആയി, ഇവിടുത്തെ കാൽസ്യം ബാലൻസ്ഡ് ആയി. ഓക്കെ, ഇനിയും ഉള്ള പ്രശ്നം അടുത്ത ഞാൻ ഹൈഡ്രജനെ ബാലൻസ് ആക്കാൻ നോക്കും. ഹൈഡ്രജൻ ഇവിടെ 3 എണ്ണം ഉണ്ട്, ഇവിടെ 2 എണ്ണേ ഉള്ളൂ. ഓക്കെ, അപ്പം ആ ബാലൻസ്ഡ് അല്ല, നമുക്ക് ഇവിടെ ഒരെണ്ണം കൂടി ഇട്ട് കൊടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പം നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കണം. അപ്പൊ അതായത് ഇവിടെ 3 എണ്ണം ഉണ്ട്, ഫ്രണ്ടിൽ ഒരു 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 6 ആകും. ഇവിടെ 2 എണ്ണം ഉണ്ട്, ഫ്രണ്ടിൽ ഒരു 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും 6 ആകും. അപ്പം അതെന്തായി, അങ്ങനെ ഇട്ട് കൊടുത്തത് ബാലൻസ്. ഇനി ബാക്കിയുള്ള എല്ലാം ബാലൻസ് ആയി നോക്കി. അതായത് ഇവിടെ ഇപ്പം 2 ഫോസ്ഫറസ് 2 ഹൈഡ്രജന്റെ ഫ്രണ്ടിൽ 2 ഇട്ട് കൊടുത്തപ്പോൾ ഫോസ്ഫറസ് 2 ആയി, ഓക്സിജൻ 8 ആയി. ഓക്കെ, അപ്പൊ ഫോസ്ഫറസ് ഇവിടെ 2 എന്ന് കൂട്ടിക്കും, ഇവിടെ ഫോസ്ഫറസ് 2. ഓൾറെഡി ഈ PO4 ട്വൈസ് എന്ന് വന്നപ്പോൾ ഈ ഫോസ്ഫറസ് ഇവിടെ എന്താ, ഇവിടെയും ഫോസ്ഫറസ് 2 തന്നെയായി. ഇവിടെ ഫോസ്ഫറസ് 2 തന്നെയാണ്, ഫോസ്ഫറസ് 2, ഇവിടെയും ഫോസ്ഫറസ് 2. കാൽസ്യം എന്ന് പറയുന്നത് ഇവിടെ 3, കാൽസ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ 3. ഹൈഡ്രജൻ നോക്കിയേ, ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഇവിടെ 6, ഇവിടെയും ഹൈഡ്രജൻ 6. കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ഇട്ട് കൊടുത്തപ്പോൾ കാർബണും കൂടാണ് ഈ 3 കിട്ടിയത്. അപ്പൊ കാർബൺ ഇവിടെ 3, അതേപോലെ ഈ കാർബൺ എന്താണ് ഇവിടെ കണ്ട ഈ ഫ്രണ്ടിൽ ഇട്ട് കൊടുത്തിരിക്കുന്ന 3 കാർബണും കൂടെ. ഇനി ഓക്സിജൻ ഇവിടെ ഉള്ളൂ. ഓക്സിജൻ ഇവിടെ ഓൾറെഡി ലെഫ്റ്റ് സൈഡിൽ 3, ഈ ഫ്രണ്ട് 3 ഇട്ട് കൊടുത്തപ്പോൾ ഇവിടെ 9 ഓക്സിജൻ ആയി.
പിന്നെ ഇവിടെ 2 ഇട്ട് കൊടുത്തപ്പോൾ 2 ഇൻറ്റു 4 ഇവിടെ 8 ഓക്സിജൻ 9 8 16. അപ്പം ലെഫ്റ്റ് സൈഡിൽ ഓക്സിജൻ 16 ഉണ്ട്. ഇവിടെ ഓൾറെഡി O4 ട്വൈസ് എന്നായതുകൊണ്ട് ഇവിടെ 8 ഓക്സിജൻ വരുന്നു. ഇവിടെ 3 ഇൻറ്റു 3 അതായത് O3 ആണ്, ഫ്രണ്ട് 3 3 ഇൻറ്റു 3 9 9 8 അവിടെ എന്ത് തന്നെയാണ് 9 8 17 ആണ്. 9 17 ഇവിടെ 9 8 എത്രയാണ് 9 8 17. ഇങ്ങനെ വലിയതൊക്കെ വരുന്ന സമയത്ത് ഒരെണ്ണത്തിനെ ബാലൻസ് ചെയ്യുമ്പോൾ മറ്റേതും കൂടെ ബാലൻസ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ AG2S എളുപ്പമാണ്. അതെന്താ AGയുടെ എളുപ്പമാണ്. ഇവിടെ 2 AG ഉണ്ട്, ഇവിടെ എത്ര 1 AG ഉള്ളൂ. സൾഫർ ഇവിടെ എത്ര, സൾഫർ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ ഒന്നേ ഉള്ളൂ, ഇവിടെ 8 ഉണ്ട്. അപ്പോൾ ആദ്യം സൾഫറിനെ ബാലൻസ് ചെയ്യാം. ഇവിടെ 8 കൊടുക്കാം. 8 കൊടുക്കുമ്പോൾ AG 8 അല്ല വന്നത്, ഓൾറെഡി AG 2 ഉണ്ട്. 2 ഇൻറ്റു 8 ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. അല്ല 8 പ്ലസ് 2 10 എഴുതി വെക്കല്ലേ. ഫ്രണ്ടിൽ ഒരു സംഖ്യയും താഴെ ഒരു സംഖ്യയും തന്നു കഴിഞ്ഞാൽ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതായിരിക്കും അതിന്റെ നമ്പർ. ഓക്കെ, ഇവിടെ 16 AG ഉണ്ട്, ഫ്രണ്ടിൽ ഇവിടെ 16. ഇത്രയേ ഉള്ളൂ. കുറച്ച് ഹോംവർക്ക് ഞാൻ തരാം, അത് ഗ്രൂപ്പിലോട്ട് ഇടാം. ഇപ്പൊ തരുന്നില്ല, ക്വസ്റ്റ്യൻ എടുത്തില്ല, എൻ്റെ ഞാൻ നോട്ടില്ല, നോട്ടപ്പുറത്തിരിക്കുക. ഞാൻ ആ ക്വസ്റ്റ്യൻ തരുമ്പോൾ അടുത്ത ക്ലാസ് ഞാൻ